നമസ്കാരം, ദിയാസ് കിച്ചൻ യൂട്യൂബിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കുക്കറിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെ നെയ്ച്ചോറ് തയ്യാറാക്കാമെന്നാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അതിനായി ഒരു ബൗളിലോട്ട് 250 ml കപ്പിൽ 2 കപ്പ് അരി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ജീരകശാല റൈസ്, അതായത് കൈമ റൈസാണ് എടുക്കുന്നത്. എപ്പോഴും നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് കുറച്ചും കൂടി നല്ലത് കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു രുചിയും നല്ലൊരു മണവും ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് കൈമ റൈസ് ആയതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെള്ളത്തിയിട്ട് വയ്ക്കുക. അപ്പോൾ അത് പ്രത്യേകം ടൈം ശ്രദ്ധിക്കണേ. ഇനി ബസ്മതി റൈസ് എടുക്കുന്നതെങ്കിൽ കുറഞ്ഞതൊരു 20 മുതൽ 30 മിനിറ്റെങ്കിലും ഇതുപോലെ വെള്ളത്തിയിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരി അനുസരിച്ചിട്ടായിരിക്കണം ഇതിൻ്റെ ടൈം ശ്രദ്ധിക്കാനായിട്ടുള്ളത്. കറക്റ്റ് ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ടുണ്ട്. 10 മിനിറ്റ് കൂടി പോയരുത്, കാരണം കൈമ റൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരി പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇടത്തിന് വലിപ്പമുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്തത്, ഹോൾ ഗരം മസാല, ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത്, ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. നമ്മൾ നെയ്ച്ചോറ് തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിലാണ്, അതുകൊണ്ട് തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗീ റൈസ് ഒന്നുകിൽ നമുക്ക് നെയ്യ് മാത്രം വെച്ചിട്ട് തയ്യാറാക്കാം. ഞാനിപ്പോൾ നെയ്യും കുറച്ച് ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് ചേർക്കുക. ഈ ഒരു അളവിൽ നെയ്യും പിന്നെ അതേ അളവിൽ തന്നെ കുറച്ച് ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഓയിലിപ്പോൾ വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഈ എണ്ണയും നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ച് സവാള എടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. നെയ്യിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ് ആദ്യമേ തയ്യാറാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് നെയ്യിൽ സവാളയൊക്കെ ഒന്ന് വറുത്ത് ചേർക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 പാത്രങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോഴത്തേക്ക് കുക്കറിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാം. സാധാരണയായിട്ട് കുക്കറിൽ അരി വേവിക്കുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടാവും അല്ലേ, അരി ഒത്തിരി അങ്ങ് വെന്ത് പോകുമെന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഒട്ടും കുഴഞ്ഞൊന്നും പോയില്ല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നെയ്ച്ചോറ് തന്നെ കിട്ടും. അങ്ങനെ ഉള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർത്തെടുക്കുക. 3ഉം നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് ആ സെയിം കുക്കറിൽ തന്നെ ഇനി നമ്മൾ എക്സ്ട്രാ നെയ്യോ എണ്ണയോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഹോൾ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലം, ഇത്രയാണ് ചേർക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ബേ ലീവ്സ് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ബേ ലീവ്സ് ചേർക്കുന്നില്ല. ഹോൾ ഗരം മസാലയുടെ പച്ചമണം മാറിയിട്ട് നല്ലൊരു മൂത്ത മണം വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനുശേഷം നമ്മൾ എടുത്ത സവാളയുടെ ബാക്കി സവാള ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 കപ്പ് റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു സവാള ധാരാളം മതിയാകും. ഇനി സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക. കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാകും. കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഏറ്റവും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് മാത്രമാണ് എടുത്തേക്കുന്നത്. ക്യാരറ്റ് ചേർക്കണം നിർബന്ധമില്ല, ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രസൻറ്റേഷന് കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും. അതായത് വെള്ളച്ചോറിൻ്റെ ഇടയിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ക്യാരറ്റും കൂടി കാണാൻ കിട്ടുന്ന നല്ലൊരു ഭംഗിയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ക്യാരറ്റും കൂടി ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ചേർക്കുക. ഇപ്പോൾ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ശരിക്കും ആ ഒരു നെയ്ച്ചോറിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി സോഫ്റ്റായിട്ട് കിട്ടിയാൽ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് നമ്മൾ ചേർത്ത ആ ഒരു അരിയും അതുപോലെ തന്നെ നെയ്യും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഒത്തിരി അങ്ങ് വറുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് 10 മിനിറ്റ് നേരം കുതിർത്തുകൊണ്ട് തന്നെ വറുത്തു കഴിഞ്ഞാൽ അരി പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 1-2 മിനിറ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. അതായത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. ഈ കുക്കറിലോട്ട് ഇടുന്നതിന് മുന്നേ തന്നെ കുറച്ച് വെള്ളവും കൂടി ചൂടാക്കാനായിട്ട് വെക്കണം കേട്ടോ, അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. ഇനി അടുത്തായിട്ട് നമുക്ക് ചേർക്കാനായിട്ടുള്ളതാണ് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെ പാകത്തിനുള്ള വെള്ളമാണ് ചേർക്കാനായിട്ടുള്ളത്. 1 കപ്പ് കൈമ റൈസിന് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 കപ്പ് കൈമ റൈസ് എടുത്തുകൊണ്ട് തന്നെ 3 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ അരി എടുത്തത് ആ സെയിം കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളവും ഇതുപോലെ ഒന്ന് അളന്നൊഴിച്ചു കൊടുക്കുക. തിളയ്ക്കണ വെള്ളം ഒന്നും ആവശ്യമായിട്ടില്ല, ചെറു ചൂടുവെള്ളം ആയാലും മതിയാകും. വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും പാകത്തിന് തന്നെ ചേർക്കണേ.
ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ആവശ്യമാണെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ചോറ് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചോറിൽ ഉപ്പ് പിടിക്കില്ല. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പകുതി നാരങ്ങയുടെ നീര് അതിൻ്റെ സീഡ് മാറ്റിയതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഒരു പ്രാവശ്യം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ലിഡ് അടച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ നെയ്ച്ചോറിൻ്റെ പരിപാടി. ഇനി ലിഡ് അടച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറു ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിസിൽ വരും. അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് പ്രഷർ പോയതിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പണാക്കി നോക്കാം. അങ്ങനെ പ്രഷർ നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം ലിഡ് ഓപ്പണാക്കി നോക്കാം. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് നല്ല പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമാട്ടോ വരുന്നത്. ഈ നെയ്ച്ചോറ് ശരിക്കും നമ്മൾ ബസ്മതി റൈസിൽ വെച്ച് തയ്യാറാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റി കൈമ റൈസിൽ തയ്യാറാക്കുമ്പോഴാണ്. ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് നല്ല നാടൻ സ്പൈസി ആയിട്ടുള്ള ബീഫ് കറി കേട്ടോ, അതും റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ് പ്ലേറ്റിലോട്ടൊന്ന് എടുത്ത് കാണിച്ചു തരാം. നോക്കൂ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, ഒട്ടും ഒട്ടിപ്പിടിക്കാതെ. നമ്മൾ കുക്കറിലാണ് തന്നെ തയ്യാറാക്കിയത് തന്നെ കണ്ടാൽ പറയില്ല കേട്ടോ, അത്രയ്ക്ക് ഈസിയാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ ചേർത്ത ക്യാരറ്റൊക്കെ ഇടയ്ക്ക് കാണാനും കൂടി കിട്ടുന്നുണ്ട്. ഇന്നത്തെ ലഞ്ച് നെയ്ച്ചോറും നല്ല എരിവോട് കൂട്ടിയിട്ടുള്ള ബീഫ് കറിയും പപ്പടവും സിമ്പിൾ സാലഡുമാണ്. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ കുറച്ച് ബീഫ് കറിയും ഇതുപോലെ എടുത്തതിന് ശേഷം കുറച്ച് പപ്പടവും കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇതേ രീതിയിൽ തന്നെ നെയ്ച്ചോറ് തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.